ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവസന്നിധിയിൽ സന്നദ്ധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തയേശുവിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് അവസരം ഒരുക്കിയല്ലോ. എല്ലാത്തിനും ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. I thank the Lord for the opportunity that He's given me to stand in your presence. The Lord has given me great grace to stand here today. പ്രത്യേകിച്ച് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവദാസൻ പ്രജി പാസ്റ്റർ നാട്ടിലായിരിക്കുന്നവരുടെ ബന്ധത്തിലാണ് ശുശ്രൂഷ ഞാൻ ലീഡ് ചെയ്യുവാനൊക്കെ വണ്ണം ഇടയായത്. I'm leading the worship today because our blessed pastor is away in India. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളുടെ മേലും തിരുസാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. I pray for him and I pray for the Lord's presence in everything that he's doing these days. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ തിരുവചനത്തോടുള്ള ബന്ധത്തിലായിരിക്കാം. പെട്ടെന്നാണ് ഞാൻ നമ്മുടെ സാമിനോട് ട്രാൻസ്ലേഷൻ പറയുന്നത്. പ്രത്യേകിച്ച് സഹകരിക്കുക, കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. I pray that the Lord be with us as we meditate on the scriptures. I ask Sam to do this translation on short notice. കർത്താവ് ധാരാളമായി ബലപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് മീറ്റിംഗ് ഉണ്ടല്ലോ, എല്ലാം ഭംഗിയായി തീരുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. So let's pray to the Lord sincerely that the Lord speak to us, especially as we have the English service ahead of us. വളരെ ധ്യാനത്തോടെ, വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ ധ്യാനിച്ചതായ പല വേദഭാഗങ്ങൾ എൻ്റെ കരങ്ങളിലുണ്ട് എങ്കിലും അതൊരു ദൈവിക വചനമായി, മെസ്സേജായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവസഭ പ്രാർത്ഥനയോടെ ആയിരുന്നെങ്കിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ. There are many scriptures that we've read from today and that I have prepared for, but this will only be turned into a blessing if the church is prayerful before the presence of God. പ്രത്യേകിച്ച് ഇന്ന് സങ്കീർത്തന ഭാഗത്തു നിന്നുമല്ല ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Today I'm not preaching from the Psalms. ദൈവത്തിൻ്റെ കൃപയാൽ, നമ്മുടെ ദൈവസഭയുടെ പ്രാർത്ഥനയാൽ, കുഞ്ഞുങ്ങളുടെ പ്രിയ ഒരുക്കത്താൽ ചില സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിൽ സ്നാനപ്പെടുവാനിടയായി. Because of the earnest prayer of this church and all the brothers and sisters here, some of our kids took baptism the other day. ഈ സ്നാനപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കുവാനായിട്ട് അല്പസമയം ആഗ്രഹിക്കുകയാണ്. I want to spend some time to briefly meditate on some things that people who have taken baptism must keep in their minds. സ്നാനപ്പെട്ടവർ, കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ടവർക്ക് മാത്രമല്ല, ഈ പ്രസംഗിക്കുന്ന എനിക്കും ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സ്നാനപ്പെട്ട, ഈ കുഞ്ഞുങ്ങളൊഴികെ, ഈ പുതിയ കുഞ്ഞുങ്ങളൊഴികെ അവരിൽ ബാക്കി എല്ലാവരും സ്നാനപ്പെട്ടവരാണല്ലോ. എല്ലാവർക്കും ധ്യാനിക്കുവാൻ പറ്റിയ ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. This is not just for people who have been newly baptized. We have all taken baptism except for the smallest children here. So this is for everyone who has taken baptism. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി നമ്മുടെ സുവിശേഷങ്ങളുടെ തുടർച്ചയായി നമുക്ക് കാണാൻ പറ്റുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. We can see that the book of Acts is a continuation of the narrative from the Gospels. എത്ര സുവിശേഷങ്ങളുണ്ട് നമുക്ക്? How many Gospels do we have? എത്ര സുവിശേഷങ്ങളുണ്ട്? How many Gospels do we have? 4 സുവിശേഷ. We have 4 Gospels. പ്രൈസലാണ്. ഞാൻ പറയാൻ വന്ന കാര്യമാണ് പ്രിയ ഞാൻ പറഞ്ഞത്. പ്രൈസലോ 4 മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 പേർ എഴുതിയ സുവിശേഷത്തിന്റെ പുസ്തകങ്ങൾ നമുക്കുണ്ട്. We have 4 books of the Gospels: Matthew, Mark, Luke and John. സുവിശേഷം നമുക്ക് ഒന്നേ ഉള്ളൂ. But there is only one gospel. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. അതിനുശേഷമായി അതിനൊരു വാലായി ഒക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന, എന്നാൽ അതിശക്തമായ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. So the Acts of Apostles can be considered an epilogue of the Gospels, but it is also a book detailing the powerful work of God. ആ പുസ്തകത്തിന്റെ പേരെന്തുവാ? What is the name of the book? അപ്പോസ്തല പ്രവൃത്തികൾ, അല്ലെങ്കിൽ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് എന്നാണ്. പക്ഷേ അതിന് വേറൊരു പേരിടാമെങ്കിൽ, ആ പുസ്തകത്തിന് വേറൊരു പേരിടാമെങ്കിൽ വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്ന ഒരു പേരുണ്ടെന്നറിയാമോ? നിങ്ങൾ ഐകോളയിൽ പോകണം കിടത്താൻ. So if there is an alternative name to be given to the Acts of Apostles, it can be titled the Acts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് നമുക്ക് വളരെ ശക്തമായി വിളിക്കാൻ പറ്റിയ പുസ്തകമാണ്. ഏത് പുസ്തകമാണ്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. So it is entirely appropriate to name the Acts of Apostles the Acts of the Holy Spirit.
അപ്പോൾ ചില വാക്കുകളൊക്കെ അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. So I want to discuss a few verses from the Acts of Apostles here today. സോ ഞാൻ ഇന്നലെ കുഞ്ഞിന് ശക്തമായ പ്രയാസമായിരുന്നു, പ്രത്യേകിച്ച് അതുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നുകൊണ്ട് ഇന്നലെ രാത്രി മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ. ഇന്ന് രാവിലെയാണ് ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് ഞാൻ ധ്യാനിക്കാതിരിക്കുന്നത്. ആ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഓടി വന്ന വിഷയമാണ് സ്നാനപ്പെട്ട ശേഷം നമ്മൾ എന്ത് ചെയ്യണം. സ്നാനപ്പെട്ട ശേഷം ഒരു ദൈവ പൈതൽ ചെയ്യേണ്ട ചില കടമകളുണ്ട് അല്ലേ. ആ കടമകൾ എന്താ? പലരുടെയും വിചാരം സ്നാനപ്പെട്ടത് കൊണ്ട് എന്ത് ചെയ്തു, എല്ലാം പൂർത്തിയായി, നീ കർത്താവ് വന്നാൽ മതി, ഞാൻ എന്ത് ചെയ്യാം, എല്ലാം അവസാനിച്ചു എന്നൊരു കൺസെപ്റ്റാണ് പൊതുവെ പെന്തക്കോസ്തുകാർക്കുള്ളത്. എന്നാൽ സ്നാനപ്പെട്ട ശേഷം ആഫ്റ്റർ ദ ബാപ്റ്റിസം അല്ലേ, ആ ബാപ്റ്റിസത്തിന് ശേഷം എന്താണ് ദൈവസഭ ചെയ്തത്, നമ്മുടെ പിതാക്കന്മാർ ചെയ്തത്, പൂർവ്വപിതാക്കന്മാർ ചെയ്തത്, അപ്പോൾ നമ്മുടെ ശിഷ്യന്മാർ ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഇടയാകട്ടെ. Yesterday I was not able to prepare for the sermon today because my child was suffering with fever. So it was this morning that I sat down to prepare, and a few verses came to my mind that reminded me of the things that people should do once they have taken baptism. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, when we come to Acts chapter 2, അതിൻ്റെ 42-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. let's go to verse 42. മതി. And they continued steadfastly in the apostles' doctrine and fellowship, in the breaking of bread and in prayers. പെന്തക്കോസ്ത് സമൂഹത്തിലെ ഏറ്റവും നമ്മൾ പ്രധാനമായി കണക്കാക്കപ്പെടുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ അല്ലേ, ഫണ്ടമെൻ്റൽ അഡ്വൈസ്, അടിസ്ഥാന ഉപദേശങ്ങൾ ഉൾപ്പെടുന്ന ഒരു മേഖലയിൽ നിന്നാണ് നാം ഇപ്പോൾ ഒരു വാക്യം എന്ത് ചെയ്യുന്നറിയാമോ, ഒരു വാക്യം വായിക്കുവാനിടയായത്. Today we have read a verse that deals with the fundamental doctrines of the Pentecostal faith. ഇവിടെ പറയുന്നത് എന്താണ്? അടിസ്ഥാന ഉപദേശമല്ല നമ്മുടെ വിഷയം. അടിസ്ഥാന ഉപദേശം സംബന്ധിച്ച് ഇപ്പോൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 40 മുതൽ നാം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, മറ്റു പല വാക്കുകളാലും അവർ എന്ത് ചെയ്തു, സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ച് അവർ പറയുകയാണ്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് എന്ത് ചെയ്യണം, അപ്പം മാനസാന്തരം. ഈ വക്രതയുള്ള തലമുറയിൽ നമ്മൾ എന്ത് ചെയ്യണം, രക്ഷിക്കപ്പെടണം. അടുത്ത പറഞ്ഞു. If we look at the beginning of the passage from verse 40, we can see that many fundamental doctrines are dealt with here. In verse 40 we see that, and with many other words he testified and exhorted them, saying, be saved from this perverse generation. So it is dealing primarily with repentance. അടുത്ത പറയാണ്, അവൻ്റെ വാക്ക്, അടുത്ത ഭാഗം പറയാണ്, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ എന്ത് ചെയ്തു. അപ്പോൾ എന്തുണ്ട് അവിടെ? സ്നാനം, മാനസാന്തരമുണ്ട്, സ്നാനമുണ്ട്. So in the very next line we read, then those who gladly received his word were baptized. So we can see that this is people who gladly accepted repentance who take baptism. ശ്രദ്ധിച്ചോണം, അവിടെ പറയാണ്, സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേരെന്ത് ചെയ്തു, അവരോട് ചേർന്നു. 42-ാമത്തെ വാക്യം പറയുന്നു, അവർ അപ്പോസ്തലന്മാരുടെ, കണ്ടോ, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഉപദേശം, ദൈവസഭയുടെ ഉപദേശമാണ് അടുത്ത ഫണ്ടമെൻ്റൽ അഡ്വൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത്. So in the next line we see that 3,000 souls were added to the church that day, and in verse 42 we see that they continued steadfastly in the apostles' doctrine and fellowship. ഉപദേശം കഴിഞ്ഞ് അടുത്ത് പറയാണ്, ഉപദേശം കേട്ടു. അടുത്തെന്തുവാ? ഫെലോഷിപ്പ്, കൂട്ടായ്മ. കണ്ട, അടുത്ത അടിസ്ഥാന ഉപദേശത്തിലെ അടുത്ത പ്രധാനപ്പെട്ട വിഷയമാണ് കൂട്ടായ്മ എന്ത് ചെയ്തു, ആചരിച്ചു. So as soon as they accepted the apostles' doctrine or the fundamental doctrine, they continued to stay in fellowship. അടുത്ത പറയാണ്, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും. കണ്ടോ, ഈ അടിസ്ഥാന ഉപദേശങ്ങളെല്ലാം 1, 2, 3 വാക്യങ്ങളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. So they continue on saying, they continued taking part in the breaking of bread and in prayers. So here we see a short summary of the fundamental doctrines of Pentecostal faith. ഇത് പെന്തക്കോസ്ത് സഭയെ സംബന്ധിച്ച് ഏറ്റവും കാതലായ ചില വാക്യങ്ങളാണ്. So this goes to the crux of the Pentecostal faith. നമ്മുടെ വിഷയം മറക്കണ്ട, നമ്മുടെ വിഷയം പ്രസംഗിച്ച എല്ലാ വിഷയങ്ങളും അല്ല എങ്കിൽ പോലും അതിൽ ചിലതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു വ്യക്തി സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ
അവൻ്റെ ജീവിതത്തിൽ അടുത്തതായി നമ്മുടെ പിതാക്കന്മാർ ചെയ്തു വന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ്. So, I'm not going to deal with all the fundamental doctrines here, but I want to explore what our spiritual forefathers did as soon as they took baptism. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഇത് നമുക്ക് എല്ലാവർക്കും ബാധിക്കും, നമ്മളെല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. അവിടെ പറയുകയാണ്, നമ്മൾ 42-ാമത്തെ വാക്യമാണ് വായിച്ചത്. 42-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോൾ ദൈവവചനം എന്ത് ചെയ്യണം? ദൈവവചനം നാം കേൾക്കുവാനിടയായി തീരണം. So in verse 42 we can see that they continued steadfastly in the apostles' doctrine. So what does this mean here? It means that we should continue in the word of God and what it says. സ്നാനപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും, ഇപ്പോൾ സ്നാനപ്പെട്ടവരാകട്ടെ നേരത്തെ സ്നാനപ്പെട്ടവരാകട്ടെ, എല്ലാവരും നിരന്തരമായി ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന വിഷയം കൂടെയാണ് എന്ത്? വിശുദ്ധ തിരുവചന ധ്യാനം എന്നുള്ളത്. So the daily devotion of the Bible is something that everyone who has taken baptism must do. Those who have taken it newly as well as those who have taken it ages ago. But this is something that is not being observed as it used to be among the from the time of our forefathers. Praise the Lord. Praise the Lord. Hallelujah. സ്നാനപ്പെട്ട പ്രിയ ദൈവമക്കൾ എന്ത് ചെയ്യണം? അവർ വിശുദ്ധ തിരുവചനം നിരന്തരം വായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരണം. So if you are a baptized child of God, then you must continually read the word of God. ആമേൻ. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് മംഗളം വായിക്കുവാൻ, അല്ലേ? മംഗളം നാട്ടിൽ പണ്ട് വന്ന ആൾക്കറിയാം, മംഗളം മനോരമ പോലുള്ള വിഷയങ്ങളൊക്കെ നിരന്തരമായി ആഴ്ചയിലെ ആഴ്ചപ്പതിപ്പിന് വേണ്ടി വാഞ്ചയോടെ അതാണ് വളരെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. I can remember a time when people in Kerala used to wait for periodicals such as Mangalam and Manorama. അതുമാത്രമല്ല വേറെ ഉണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ആ വാഞ്ച ഞാൻ പറഞ്ഞത്. അതുപോലെ ആത്മീയ ദൈവമക്കൾ എന്ത് ചെയ്യണം? വിശുദ്ധ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ അവർക്ക് വലിയ വാഞ്ച ഉണ്ടാകണം. എന്താ? ഈ തിരുവചനം എങ്ങനെയും എന്ത് ചെയ്യാം? വിശക്കുന്നവൻ ആഹാരം കഴിക്കുന്നത് പോലെ, ദാഹിക്കുന്നവൻ വെള്ളം കുടിക്കുന്നത് പോലെ ഈ തിരുവചനം എങ്ങനെയെങ്കിലും ഉള്ളിലാക്കുവാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? നാം വാഞ്ചയുള്ളവരായിരിക്കാനിടയാകണം. So just like people waited for such periodicals eagerly, we must be eagerly waiting for a chance to read from the scriptures and be continually focused on it. ഒന്നാമത്തെ പോയിന്റ് തന്നെ പറയാം, അവർ വചനത്തോട് മാത്രമല്ല കൂട്ടായ്മയോടുള്ള ബന്ധത്തിലും അവരെല്ലാവരും എന്തെന്നറിയാമോ? അവർ വചനത്തോട് മാത്രമല്ല ആത്മാർത്ഥത കാണിച്ചത്, കൂട്ടായ്മയുള്ള ബന്ധത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ സ്നാനപ്പെട്ടവർ 3000-ഓളം പേരെന്ത് ചെയ്യുന്ന പറയുന്നേ? സ്നാനപ്പെട്ടിട്ട് അവർക്ക് തോന്നിയ പോലെ പോകുമായിരുന്നോ? നിങ്ങൾ വായിച്ചോ? ഞാൻ പറയുന്നത് നിങ്ങൾ കണക്കാക്കണ്ട, നിങ്ങൾ നോക്കിക്കോ, ആ വാക്യം വായിച്ചോ. നിങ്ങൾ 41-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വേഴ്സ് നമ്പർ 41, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേരെന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ കൂട്ടായ്മയോട്, അവരുടെ ഫെലോഷിപ്പിനോട് ഇവിടെ ചേരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So this very same eagerness was shown not just in the following of the doctrines but also in staying in fellowship. Now you have to remember that 3000 people were added to the church that day. So it was not a small thing to stay in fellowship with all these people, but yet they eagerly kept on doing their fellowship with other believers. ഒറ്റയാൽ പട്ടാളമായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചാനപ്പെട്ട ശേഷം ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുന്ന ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. I've seen many people who claim to be a one-man army or a loner after their baptism. പക്ഷേ വിശുദ്ധ വിശുദ്ധ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ സ്നാനപ്പെട്ടവർ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ സ്നാനപ്പെട്ടവർ എന്ത് ചെയ്യുന്നറിയാമോ? സഭയോട് ചേർന്നാണ് നമ്മളെ വചനം പഠിപ്പിക്കുന്നത്. But the Bible teaches something entirely different. It says that if you have taken baptism, then you must join yourselves to the church. Praise the Lord. അവരെല്ലാം ഒരുമിച്ച് കടന്നു വന്ന് ആത്മാവിൽ പാടി ആരാധിക്കുവാനിടയായി. And they came together and praised and worshipped the Lord. അങ്ങനെ ഒരുമിച്ച് അവർ കടന്നു വന്നതാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് മർക്കോസിന്റെ മാളിക മുറിയിൽ, അല്ലേ? ആ മാളിക മുറിയിൽ they prayed one accord. അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനം അവരുടെ നടുവിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു.
And it is one such instance when they were praising and worshipping the Lord in the upper room of John Mark's house that the Holy Spirit came down upon them and his actions were widely visible throughout their lives. അവരൊരു സമൂഹമായി എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിക്കുവാനിടയായി. They praised and worshipped the Lord as one community with one accord. ബാൻസബിളിലും സറൗണ്ടിങ് പ്ലേസസിലുമുള്ള നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ഒരുമിച്ച് ആരാധിക്കുവാനൊരു കാരണമായ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നാം സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നതാണ് എന്നുള്ളതാണ്. ആമേൻ. The reason why you are here, why people from Barnstable and the surrounding regions are here today is because we are here to praise and worship the Lord. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക്, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ പൂർവ്വപിതാക്കന്മാര് അവരെന്ത് ചെയ്തു എന്നുള്ളതാണ് നിങ്ങളോട് പറഞ്ഞത്. So what I've just described is what our spiritual forefathers did in their lifetimes. ആമേൻ. ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണുള്ളത്. So let us explore what we can do. അവിടെ കാണാൻ സാധിക്കുന്നത്, നാമും തിരുവചനത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണം? അടുത്ത് വരുവാനൊക്കെ വണ്ണം ഇടയാക്കണം. ഇതെങ്കിൽ നമുക്കറിയാം, ഒരു കാലഘട്ടം വരെയും വിശുദ്ധ സഭകളിൽ എന്തുണ്ട്, വേദ പഠന ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തൊരു സഭയാണ് TPM ചർച്ച് പോലുള്ള ചർച്ചുകൾ. പ്രത്യേകിച്ച് അതിന് മുമ്പേ നമ്മുടേത് മറ്റ് TPM മറ്റുള്ളതായ സഭകളിലൊക്കെ അതിന് മുമ്പേ കൈമോശം വന്നു. എന്നാൽ ഈ അടുത്ത ദിവസം, എനിക്ക് ഇപ്പോഴുണ്ടെന്ന് അറിയത്തില്ല, അടുത്ത നാളുകൾ വരെയും TPM സഭകളിലൊക്കെ വേദപഠന ക്ലാസ്സുകൾ ഉണ്ടാകുമായിരുന്നു. പ്രൈസല്ലോ. ആ ക്ലാസ്സുകൾ ഒക്കെയാണ് എന്തെന്നറിയാമോ, ഇവരെ വ്യക്തമായി മോൾഡ് ചെയ്യുവാനൊക്കെ വേണം ഇടയായി തീർന്നത്. So one thing that many Pentecostal churches used to practice quite regularly was a regular Bible study, and many denominations let go of this practice many years ago, but TPM Church continued in this practice for far longer than other churches. പ്രൈസല്ലോ. ഇന്ന് നോക്കിയേ, ബൈബിൾ പഠന ക്ലാസ് വെച്ചാൽ ഇതിനകത്ത് എത്ര പേര് പങ്കെടുക്കുന്നുള്ളൂ ദൈവത്തിന് മാത്രം അറിയാം. Today I hesitate to say how many people will show up if a Bible study is scheduled. പക്ഷേ വേദപുസ്തകത്തിൽ പഴയ നിയമ പിതാക്കന്മാരെ നേരെ നിർത്തിയ പ്രധാനപ്പെട്ടൊരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, വചനത്തിൽ അവരെ ഉറപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചാൽ എന്താ? ഈ തിരുവചന ധ്യാനമാണ്. If you look into the Old Testament, we can see that it is a meditation of the scripture that stabilized the holy men of God to stay in the presence of God and in his doctrine. അതുകൊണ്ട് സഭ എന്ത് ചെയ്യണം? വചനത്തോടുള്ള ബന്ധത്തിൽ അടുത്ത് വരണം. So the church must find a renewed love for the scriptures and the doctrine. വചനം വായിക്കണം, വചനം പഠിക്കണം. You must read the scriptures and meditate on it. അത് മാത്രമല്ല, മുമ്പേ നാം കേട്ടതുപോലെ സ്നാനപ്പെട്ടവർ സഭയോട് ചേർന്നതുപോലെ ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുവാനൊക്കെ വേണം ഇടയാകണം. So just as those people who took baptism in our spiritual forefathers' time joined themselves to the church, so must we also continue in fellowship with the church. നമ്മുടെ പിതാക്കന്മാരുടെ കൂട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഭയായി നാം നിലനിൽക്കുവാനൊക്കെ വേണം ഇടയാകണം. We must be a prayerful church just as our forefathers were. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പിതാക്കന്മാരെ സംബന്ധിച്ച് സ്നാനപ്പെട്ട ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. So what I'm trying to explain here is what happened after the baptism that our forefathers took. ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അവർ വചനത്തോടുള്ള ബന്ധത്തിലും കൂട്ടായ്മയുള്ള ബന്ധത്തിലും എന്ത് ചെയ്തു? വചനത്തോടുള്ള ബന്ധത്തിലും കൂട്ടായ്മയുള്ള ബന്ധത്തിലും അവർ ദൈവത്തോട് അടുക്കുവാനൊക്കെ വണ്ണം ഇടയായി. Firstly, they continue to come close to God by following the apostles' doctrine as well as following the fellowship with the church. നമ്മുടെ ജീവിതത്തിലും ഈ സ്നാനപ്പെട്ടതായ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യണം? ദൈവത്തോട് അടുക്കുവാനിടയിൽ ആർക്കെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാം അത് ഏറ്റുപറഞ്ഞ് ഇന്ന് ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കർത്താവിനോട് അടുക്കുവാനൊക്കെ വണ്ണം ഇടയാകട്ടെ. So those who have taken baptism must come close to God by following his doctrine and continuing in his fellowship. And if anyone has fallen short of this standard, or if there is any iniquity in their lives, please I exhort you to confess this to the Lord and then come close to him once again. അതിന്റെ 2-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം വായിച്ചേ. Can we go to chapter 2 verse 38 please? സ്തോത്രം. ഇവിടെ പറയുന്നത് എന്താ? Then Peter said to them, repent and let every one of you be baptized in the name of Jesus Christ for the remission of sins, and you shall receive the gift of the Holy Spirit. കേട്ടോ, നിങ്ങൾ സ്നാനപ്പെട്ടാൽ നിങ്ങൾ സ്നാനം ഏൽക്കുവീൻ, എന്നാൽ എന്ത് ലഭിക്കും? പരിശുദ്ധാത്മാവ് എന്ന, എല്ലാവരും ചേർന്ന് പറഞ്ഞ്, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുവാനൊക്കെ വണ്ണം ഇടയായി തീരും. സ്തോത്രം പറഞ്ഞാട്ടെ. So once you take a baptism, then we can see that you will be given the gift of the Holy Spirit. ആമേൻ.
പരിശുദ്ധയാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് നമ്മുടെ സഭയെങ്കിൽ, പരിശുദ്ധയാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യത്തെ ഘടകമാണ് സ്നാനപ്പെടുക എന്നുള്ളത്. ആ സ്നാനപ്പെട്ട വ്യക്തി നിശ്ചയമായും അടുത്ത സ്റ്റെപ്പ് അല്ലേ, പരിശുദ്ധയാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. So the next step after receiving the baptism is to receive the gift of the Holy Spirit. So if you are a church that prays earnestly for the Holy Spirit, the first step is to get baptized and then to wait for the gift of the Holy Spirit. Hallelujah. Hallelujah. സ്നാനപ്പെട്ടിട്ട് വർഷങ്ങളായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവരെ എനിക്കറിയാം. I know many people who have not yet received the gift of the Holy Spirit after taking baptism. Praise the Lord. ഇത് വർഷങ്ങളായി ആഗ്രഹിച്ചിട്ടും ലഭിക്കാത്ത ആൾക്കാരെ എനിക്കറിയാം. I know many people who have earnestly desired for the gift of the Holy Spirit for many years but have not received it yet. ഇനി ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കാത്തിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാരുടെ മേലും നമ്മുടെ മേലും പകരപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ തലമുറകളുടെ മേൽ വരും ദിവസങ്ങളിൽ വ്യാപരിക്കുമെന്ന് നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അപ്രകാരം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. I pray and believe that the Holy Spirit, the gift of the Holy Spirit will be given to our succeeding generations as they wait for it expectantly in the worship. ഹല്ലേലൂയ. അവർ പരിശുദ്ധാത്മാവിനെ നമ്മുടെ പിതാക്കന്മാർ, ശിഷ്യന്മാർ, നമ്മുടെ ഫോർഫാദേഴ്സ് അമർന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. So our spiritual forefathers received the gift of the Holy Spirit and did many miracles and beautiful things in the power of the Holy Spirit. ഹല്ലേലൂയ. അതുകൊണ്ട് സ്നാനപ്പെടാതിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഈ ദിവസങ്ങളിൽ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ കാത്തിരിക്കുക. ആ ദൈവ സൗജന്യമായി തരുന്ന സൗജന്യമായി തരുന്ന ദൈവം അത് പൂർണ്ണമായി നിങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. So today, if anyone is waiting expectantly for the gift of the Holy Spirit, if you pray continually and earnestly, then the Lord will fill you with the Holy Spirit. വിശുദ്ധ തിരുവചന ഭാഗം നാം പഠിക്കുമ്പോൾ When we study from the Holy Scriptures, കാണാൻ സാധിക്കുന്ന കാര്യമുണ്ട്. ശിഷ്യന്മാരുടെ ഉള്ളിൽ അസാധാരണമായ ഒരു ധൈര്യം, അതായത് അതുവരെയും ഉണ്ടാകാത്തൊരു ധൈര്യം പെന്തക്കോസ്ത് നാളിന് ശേഷം ഉണ്ടായി. ശ്രദ്ധിച്ചോണേ, അത് ഒറ്റ കാരണം കൊണ്ടാണ്. രാജാക്കന്മാരുടെ മുമ്പിൽ പോലും നിൽക്കുമ്പോൾ സുവിശേഷത്തെ പ്രതി പീഡനം സഹിക്കാൻ തയ്യാറായി രാജാക്കന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ലജ്ജയില്ല എന്ന് ആത്മാർത്ഥമായി വിളിച്ചു പറയുവാൻ ഇവരെ പ്രാപ്തരാക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നുള്ളത്. If you look at the scriptures, you can see that the apostles who are given the gift of the Holy Spirit were imbued with a sense of unusual courage, so that when they were dragged before kings and persecuted for the sake of the gospel, they were able to boldly proclaim, I am not ashamed of the gospel that I stand for. നിന്റെ ലജ്ജയും നിന്റെ എന്താ പറയുന്നത് നാണവും എല്ലാം മാറും ഈ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ. When the gift of the Holy Spirit comes into your life, all your shyness and difficulty regarding the scripture, regarding the gospel will go away from you. നാട്ടിലൊക്കെ വിശുദ്ധ തിരുവചനവും നമ്മൾ കരങ്ങളിൽ പിടിച്ചാണല്ലോ അല്ലേ നമ്മൾ ആരാധനയ്ക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. As you might remember, when we were in Kerala, we took up the Bible, we took up the scriptures and walked to worship. ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അഭിഷേകം അതുവരെ ഈ വിശുദ്ധ വേദപുസ്തകം കവറിലാക്കി ആ കവർ ബാഗിലാക്കി തോളത്തിട്ടോണ്ട് വന്ന വ്യക്തി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പിറ്റേ ദിവസം ഞാൻ കണ്ടിട്ടുണ്ട് വിശുദ്ധ തിരുവചനവും വലിയ ബൈബിൾ നമ്മുടെ നാട്ടിലെ വലിയ ബൈബിൾ ആ ബൈബിളും കരം പിടിച്ച് വളരെ അഭിമാനത്തോടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ ആത്മാവ് ഒരുവനിൽ വരുത്തുന്ന മാറ്റമാണ്. അതായത് സുവിശേഷത്തെ പറ്റിയുള്ള ലജ്ജ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി എടുത്തു കളയുവാൻ തക്കവണ്ണം ഇടയായി തീരും. I have personally seen people who are ashamed to carry the scriptures, people who would put the Bible inside a plastic bag and then put it inside their cloth bag, and when they received, so that they were ashamed of it, when they received the gift of the Holy Spirit, they were not at all ashamed to carry the Bible openly. So when you receive the gift of the Holy Spirit, you will not stand ashamed of the gospel. ശ്രദ്ധിക്കുക ദൈവമക്കൾ, നമ്മുടെ ജീവിതത്തിൽ ലജ്ജയൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. So if you do not want to be ashamed of the gospel, there is nothing else to do other than to receive the gift of the Holy Spirit. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് എന്താ, നമ്മൾ എന്ത് ചെയ്യണം? സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത്, so what must we do right after receiving the baptism? എന്താ? നമ്മൾ തിരുവചനം വായിക്കുകയും
സഭയോട് ചേരുകയും ചെയ്യുവാനൊക്കെ വേണ്ടിയാകണം. and join ourselves in fellowship with the church. രണ്ടാമത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ത് ചെയ്യണം? Secondly, we must പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ എന്ത് ചെയ്യണം? പ്രാപിക്കണം. we must wait expectantly for the gift of the Holy Spirit. മൂന്നാമത് ദൈവകൃപയിൽ ആശ്രയിച്ച ഒരു വാക്യം വായിക്കാം. 4-ാമത്തെ അധ്യായം 20-ാം വാക്യം. Let's go to Acts chapter 4 verse 20 please. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അടുത്തത്, എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിനു ജനനിമിത്തം വഴിയൊന്നും കാണായികൊണ്ട് അവരെ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. അവരെ For we cannot but speak the things which ye have seen and heard. So when they had further threatened them, they let them go, finding no way of punishing them because of the people, since they all glorified God for what he had done. മുമ്പ് ഞാൻ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ്. അതായത് മൂന്നാമത്തെ പോയിന്റ് ആണെങ്കിൽ പോലും അതിൻ്റെ നിങ്ങളത് ചരിത്രം മൊത്തം അറിയണമെങ്കിൽ വായിക്കേണ്ട, 13 മുതൽ വായിക്കണം. അപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൻ്റെ ആ ഭാഗത്ത് തന്നെ കാണുന്നുണ്ട്. എന്താണെന്നറിയാമോ? പത്രോസിൻ്റെയും യോഹന്നാൻ്റെ കണ്ടോ, 2-ാമത്തെ അധ്യായത്തിൽ ആരിറങ്ങി? 2-ാമത്തെ അധ്യായത്തിൽ ആരാ ഇറങ്ങിയേ? 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ 3-ാമത്തെ അധ്യായം നമ്മൾ കാണുകയാണ്. 2-ാമത്തെ അധ്യായം ബാക്കി 3-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ധൈര്യത്തിൻ്റെ നമ്മൾ അതിന് ഒരു പദം മലയാളം പറയാമല്ലോ, ശൃംഖം എന്തുവാ അതെന്ന് പറഞ്ഞേ അതിന് ഏറ്റവും ടോപ്പിൽ നിൽക്കുക ആരാ? അപ്പം ധൈര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ആരെ പ്രാപിച്ചാൽ മതി? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മതി. നമ്മുടെ സുവിശേഷത്തെ പറ്റിയുള്ള സകല നമ്മളെ അധൈര്യപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മുടെ പരിശുദ്ധാത്മാവ് ഡിലീറ്റ് ചെയ്യുവാനൊക്കെ വേണം എന്ത് ചെയ്യും? ഇടയായി തീരും. So even though this is my third point, this is actually a continuation of the point that I had just been saying. It is that when the apostles got the gift of the Holy Spirit, they received extreme levels of boldness. And this we can see when you read from verse 13 onwards of chapter 4, where we see Peter and John at the highest zenith of their boldness that the Holy Spirit had given them. And they were not ashamed of the gospel. എൻ്റെ മുമ്പ് സമയം അധികമില്ല, ഞാൻ വേഗത്തിൽ പോകട്ടെ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നത് അവർ ബോൾഡായി സ്ട്രോങ് ആയി അവരെന്ത് ചെയ്യുക? പബ്ലിക് വിറ്റ്നസ് ആയി അവർ തിരുകയാണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സമൂഹത്തിൽ അവർ എന്തായിട്ട് മാറുകയാണ്? സാക്ഷ്യമായി മാറുകയാണ്. So here we can see the apostles standing strong in their faith and boldly proclaiming the gospel and becoming public witnesses of the gospel. ആമേൻ. അപ്പോൾ എന്താണ് അപ്പോൾ ഈ പബ്ലിക്കായി അവർ ബോൾഡായി ശുശ്രൂഷ ചെയ്യുമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ടെസ്റ്റിമണി, വി ഹാവ് എ ടെസ്റ്റിമണി അല്ലേ? നമുക്ക് ടെസ്റ്റിമണി എന്തുവാ? കർത്താവ് കഴിഞ്ഞ ആഴ്ച എനിക്ക് നല്ലവനും വിശ്വസ്തനുമായിരുന്നു അല്ലേ, കൂടെ ഇരുന്നു, എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്ക് ഞാൻ വായിക്കാം. അതാണല്ലോ നമ്മുടെ ടെസ്റ്റിമണി എന്ന് പറയുന്നത് അല്ലേ? അത് വലിയൊരു ടെസ്റ്റിമണി തന്നെയാണ്. കർത്താവ് നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് നല്ല ടെസ്റ്റിമണി തന്നെയാണ്. ഞാനിപ്പോൾ പറയുന്ന ടെസ്റ്റിമണി എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിനെ പാപജീവിതത്തിൽ നിന്നും വിടുവിച്ച് നാശകരമായ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിച്ച് കർത്താവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവ് എന്നെ മാനപാത്രമാക്കി കർത്താവ് തീർത്തു. കർത്താവിനോട് ചേരുന്ന ജലസ്നാനം ഞാൻ ഏറ്റു. കർത്താവിൽ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുന്നു എന്നുള്ളതായ ഇനിയും വരാൻ പോകുന്ന വിഷയത്തെപ്പറ്റിയും പരസ്യമായി ലജ്ജയില്ലാതെ വിളിച്ചു പറയുന്ന പേരാണ് എന്ത്? പരസ്യമായി വിറ്റ്നസ് ആകുക എന്ന് പറയുന്നത്. So what do you mean by being a public witness? We can see that when we give our testimony, it is usually the Lord has been good and faithful to me in all spheres of my life. He has been good to me, and here is a verse that gives me happiness and joy. But the public witness that the apostles did, it was not like this. The Lord took me out of the miry clay of sin and rescued me, and I have taken baptism in his name. Now I stand publicly witnessing powerfully that the Lord saved me. This was the public witness that Peter and John did. Praise the Lord. അത് മാത്രമല്ല, അവർക്ക് ത്രട്ടൻ ഉണ്ടായ ഇടങ്ങളിൽ പോലും അവരെ ത്രട്ടൻ ചെയ്യരുത് എന്ന് പറഞ്ഞ ആത്മാവ് പറഞ്ഞതല്ല, മനുഷ്യന്മാർ ആത്മാവ് പലയിടത്തു നിന്നും അവരെ ഡീവിയേറ്റ് വിട്ടിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ മനുഷ്യർ ഇവിടെ ചെയ്യരുതെന്ന് പറഞ്ഞ പല മേഖലകളിൽ പോലും അതിധൈര്യമായി നിന്ന് സുവിശേഷത്തെ വിളിച്ചു പറയാൻ അവർക്ക് ധൈര്യം ലഭിച്ചു. അവർ വിറ്റ്നസ്സായി. അപ്പോൾ വിഷയം ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ചപ്പോഴാണ് സംഭവിച്ചത്. എങ്കിലും ശ്രദ്ധിക്കുക, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകരുത്. സ്നാനപ്പെട്ട ശേഷം ലഭിക്കുന്ന വലിയൊരു പ്രിവിലേജാണ്. അത് നിങ്ങൾ മറന്നു പോകുവാന്നൊക്കെ വേണം ഇടയാകരുത്. So
what we must remember here is that all of this happened when they received the gift of the Holy Spirit. And this is why they were able to overcome threats from many prominent people who told them not to preach the word of God. So this is, I do not want to deviate from the topic that I've selected, which is that when you have taken baptism, you stand ready to receive the gift of the Holy Spirit. ഇത് ഞാൻ അപ്പോസ്തലന്മാർ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. So this is something that the apostles did. ഇത് ഞാനും നീയും ചെയ്യേണ്ടത് എന്താ അവിടെ? So what was you and I do? കഴിഞ്ഞ ദിവസം നമ്മുടെ ദൈവസഭ ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുവാനൊക്കെ ഇടയായത്. The other day our church conducted an open air meeting. ഞാൻ ഓർത്തിട്ട് സ്തുതിക്കുകയാണ്. I thank the Lord for it. ശ്രദ്ധിക്കുക, ദൈവം നിങ്ങൾക്ക് തരുന്ന കഴിവുകളെ, ദൈവം നിനക്ക് തരുന്ന അവസരങ്ങളെ അത് ഈ ദിവസങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി മാറ്റി നിർത്തുവാൻ സാധിക്കണം. So you must be able to put to use the skills and talents that God has given you to propagate the gospel. അത് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ കൊളീഗ്സിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോട്, ഫാമിലിയോടൊക്കെ ഈ സുവിശേഷം എത്തിക്കുവാൻ ബാധ്യസ്ഥരാണ് നാം. തിരുവത്താഴം നമ്മൾ എടുക്കുമ്പോഴേ, തിരുവത്താഴം നമ്മൾ എടുത്ത ശേഷം അവസാനം പറയുന്ന കാര്യമാണ്. പലപ്പോഴും ചർച്ചിലെ അനൗൺസ്മെൻറ്റ് അനുസരിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഇതിന് ഈ പാനപാത്രത്തിന് എടുക്കാനായിട്ട് ഇനി സഭയ്ക്കകത്തും സഭയ്ക്ക് വെളിയിലും പലരും ഉണ്ട്. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യും, അവരെ കൂടെ ചേർക്കാമെന്നുള്ള എഗ്രിമെൻറ്റില്ല നമ്മൾ ഈ സാധനം കഴിച്ചിട്ട് വീട്ടിൽ പോകുന്നത്. ആണോ അല്ലയോ? ഹലോ, ആണോ അല്ലയോ? ആരെങ്കിലും കൊണ്ടുവരാറുണ്ടോ? പാവമാ, ഓർത്തോണം, ഈ എഗ്രിമെൻ്റ് പ്രകാരം ആ കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്കതാ പറയാനുള്ളത്, നമ്മുടെ ശാനപ്പെട്ടവൻ്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ സുഹൃത്തുക്കൾ നശിച്ചുകൊണ്ടിരിക്കുന്നു, നിന്റെ കൊളീഗ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കുടുംബത്തിലുള്ളവർ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കൂടെ ഈ സ്നേഹത്തിൻ്റെ ഭാഗമാക്കുവാൻ, ഈ വേലയുടെ ഭാഗമാക്കുവാൻ നാം ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം നാം മറന്നു പോകുവാൻ പാടില്ല. Those who have taken baptism, you are duty bound to proclaim the gospel to your friends, family and relatives. And this is a solemn promise that we make when we take up the Lord's Supper. Oftentimes we just lump it along with the announcements, but we are not allowed to do so because it is a solemn oath that we take before the Lord. You are duty bound to proclaim the gospel to the people around you as the Lord gives you opportunity. അതിൻ്റെ 5-ാം അധ്യായം 41-ാം വാക്യം വേഗത്തിൽ വായിച്ച് 5:41. Let's go to chapter 5 verse 41 please. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. So they departed from the presence of the council, rejoicing that they were counted worthy to suffer shame for his name. നമ്മളാണെങ്കിൽ ആ സെക്കൻഡ് തന്നെ UK നിന്ന് ഇന്ത്യയിലോട്ടുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും അല്ലേ? If it were you or me, we would have booked our flight back to India in that very moment. അല്ലേ? നലച്ചു നോക്കി, അവരുടെ ധൈര്യം അപാരം തന്നെ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായ ധൈര്യമാണ്. സുവിശേഷത്തിന് വേണ്ടി അത്രയ്ക്ക് അവർ നമ്മൾ അഡിക്ഷൻ എന്ന് പറയാറില്ലേ, സുവിശേഷത്തിന് വേണ്ടി അത്ര അഡിക്റ്റഡായി നിൽക്കുകയാണ് അവർ. ശ്രദ്ധിച്ചോണം, അവിടെ വാക്യം ആ സുവിശേഷത്തിൻ്റെ പേരിൽ അനുഭവിക്കാൻ പോകുന്ന പീഡനത്തെ പോലും എത്ര പോസിറ്റീവായിട്ട് അവർ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ വായിച്ച വാക്യം എത്രാമത്തെയായിരുന്നു? 41. അവിടെ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ. സുവിശേഷം ഒന്നും പോലും അല്ല പറയുന്നത്, ദൈവത്തിന്റെ തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുക. കണ്ടോ, അതിന് പറയുന്നത് യോഗ്യതനായിരുന്നേ. കർത്താവിന് വേണ്ടി ശ്രദ്ധിച്ചോണേ, പ്രത്യേകിച്ച് വിവിധ വിഭാഗങ്ങളിൽ നിന്ന്, മുസ്ലിം വിഭാഗത്ത് നിന്ന്, ഹൈന്ദവ വിഭാഗത്ത് നിന്ന്, മറ്റു വിഭാഗങ്ങളിൽ നിന്നൊക്കെ വിശ്വാസി വന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ ഉള്ളതായ ഒറ്റപ്പെടലുകൾ അല്ലേ, ക്രൈസ്തവ വിഭാഗത്തിൽ തന്നെ പറയുന്ന പല വിഭാഗങ്ങളിൽ നിന്ന് നമ്മൾ വിശ്വാസി കടന്നു വന്നു. അപ്പോൾ നാം കണക്കാക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട വചനമാണ് ഈ വചനം. ഈ സുവിശേഷത്തിൻ്റെ പേരിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും അത് എന്തോ വലിയ യോഗ്യതയായാണ് അപ്പോസ്തലന്മാർ നമ്മളെ എന്ത് ചെയ്ത് പരിചയപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ. അപ്പോൾ കണ്ടോ, കർത്താവ് എന്നെ അതിനുവേണ്ടി പ്രത്യേകം മാറ്റി നിർത്തിയതാ, ഇതിനു വേണ്ടി യോഗ്യനാക്കി കർത്താവ് തീർത്തതാ. എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട്. കണ്ടോ, അവർ കരഞ്ഞുകൊണ്ട് പോയെന്നല്ല പറഞ്ഞേ, പ്രാഗിക്കൊണ്ട് പോയെന്നുമല്ല പറയുന്നത്. ആണോ? നമ്മൾ വിചാരിച്ച അയ്യോ ഈ കഷ്ടം എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചല്ലോ അല്ലേ, ഈ നിന്ന് എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചല്ലോ, അയ്യോ വേറെ എനിക്ക് എന്തെങ്കിലും പരിപാടിക്ക് പോയാൽ മതിയായിരുന്നു അല്ലേ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെയാണെങ്കിൽ നമ്മുടെ മാനസാന്തരം ശരിയല്ല, നീ ഏറ്റ ശാനവും ശരിയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും മാനസാന്തരപ്പെട്ടു, ഹല്ലേലൂയ. സഹോദരൻ, വീണ്ടും മാനസാന്തരപ്പെട്ടു, വീണ്ടും ആത്മീയ മേഖലകളിലേക്ക് ഒന്നുകൂടെ പുതുക്കപ്പെട്ടു വാ, ഹല്ലേലൂയ. എത്ര കഷ്ടം ഈ സുവിശേഷത്തിന് വേണ്ടി നീ ഏൽക്കുവാൻ പോയാലും അത് യോഗ്യതയായി. ശ്രദ്ധിച്ചോണേ, സുവിശേഷത്തിൻ്റെ പേരിലായിരിക്കണം. എന്തിൻ്റെ പേരില?
സുവിശേഷത്തിൻ്റെ പേരിൽ മറ്റേതെങ്കിലും വിഷയത്തിൻ്റെ പേരിൽ കഷ്ടം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഏതിനോട് ചേർക്കണ്ട? സുവിശേഷത്തിനോട്. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് മറ്റു പലതിൻ്റെയും പേരിൽ നിന്നേയും പരിഹാസം കേട്ടിട്ട് അവസാനം സാക്ഷി പറയുമ്പോൾ പറയും, ഞാൻ കർത്താവിൻ്റെ പേരിലാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ചോറുണ്ണവരാണല്ലോ, നമുക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. സ്വതന്ത്ര ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ പേരിലാണ് ഈ കഷ്ടം നീ അനുഭവിക്കുന്നതെങ്കിൽ അതൊരു യോഗ്യതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും പറയുക, സുവിശേഷത്തിൻ്റെ പേരിലാണ് എങ്കിൽ കർത്താവ് നിന്നെ അതിൽ നിന്ന് മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. So in verse 41, we can see that the apostles were beaten by the Jewish leaders, but yet they did not count it to be a thing of shame, but rather they were so addicted to the proclaiming of the gospel that they counted it as a blessing, that they were counted worthy to suffer shame for the name of God. So when we face exclusions, and I want to remind everyone that we are from diverse backgrounds here today, from many religions or from other nominal Christian churches. When you are excluded from your community or family for the sake of faith and you suffer for it, then you should take it with all joy, because you are suffering for the name of God. But you must bear one thing in mind. If you are suffering for something other than the gospel, don't tag it on the Lord. But if you are suffering for the Lord, then He will bless you, and you should count it as a joy that you are counted worthy to suffer shame for His name. അവർ ചെയ്തത്, അവർക്ക് മർദ്ദനത്തിൻ്റെ ഇടയിലും ജയിലിൻ്റെ അകത്തും പ്രതിസന്ധിയുടെ നടുവിലും രാജാക്കന്മാരുടെ മുമ്പിലും എല്ലാം ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുവാനിടയായി. And that is why when they were beaten and when they were put in prison, they proclaimed the gospel boldly, standing even before kings. പിതാക്കന്മാർ ചെയ്തത് ആ പ്രയാസവും നിന്ദയും നിമിത്തം സുവിശേഷത്തെ തള്ളിക്കളഞ്ഞില്ല. They did not reject the gospel because of the persecution, suffering that they went through. അവർ പിന്മാറ്റത്തിൽ പോയില്ല. They did not slide back into unbelief. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? So what message should we absorb from this? ഹലോ, പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രയാസവും പ്രതികൂലവും രോഗവും പനിയും ഒന്നും വന്ന കർത്താവിനെ കുറ്റപ്പെടുത്തരുതേ. So if you have troubles and tribulations and diseases in your life, do not blame the Lord. പ്രതികൂലങ്ങളെ പ്രതീക്ഷിക്കണം ദൈവമക്കളെ. You must be expectantly waiting for trials. If you are നീ ദൈവവേദലാണ് എങ്കിൽ നീ എന്ത് ചെയ്യണം? പ്രതികൂലത്തെയും രോഗത്തെയും നിന്ദയും ഒക്കെ എന്ത് ചെയ്യണം? പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ജീവിക്കുവാനായിട്ട്. If you are truly a child of God, then you must live in expectation of a trial that you might encounter in life. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുക, മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കരുത്. Look to the face of Jesus and not to the face of any man. ഒരു നേരം പറയും കൊള്ളാം, കുഴപ്പമില്ല, സാരമില്ലെന്ന് പറയും. അടുത്ത തവണ പറയും നിന്റെ കയ്യിരിപ്പോണ്ട് എന്ത് ചെയ്തത്? പക്കയായിട്ട് പറയും. One moment they might say it is okay, you're just going through this, but the next moment they'll say no, you are getting the just rewards of what you did. ശ്രദ്ധിക്കുക, നമ്മൾ കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം ഈ ദിവസങ്ങളിൽ നോക്കട്ടെ. നമ്മുടെ ഫോക്കസ് കർത്താവിലേക്ക് ആകട്ടെ. Today let your focus remain on the face of Jesus. എന്ത് സംഭവിച്ചാലും പിന്മാറരുത്. Whatever happens, do not turn back. ലോകം മുഴുവൻ നിനക്കെതിരായി നിന്നാലും കർത്താവിന് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ നീ ഒറ്റയ്ക്ക് നിൽക്കുക. Even if the whole world is against you, if you are standing for Christ, stand alone for Christ. Praise the Lord. Hallelujah. അതേസമയം തന്നെ ഒറ്റയാളായിട്ട് നിന്ന് പൊരുതി നേടാം, വെട്ടി നേടാമെന്ന് വിചാരിച്ച് നടക്കുകയില്ല. സ്നേഹത്തിൽ നിൽക്കേണ്ടടുത്ത് സ്നേഹത്തിൽ നിൽക്കണം. മനസ്സിലാകുന്നുണ്ടോ? പക്വതയോടെ നിൽക്കേണ്ടതെങ്കിൽ പക്വതയോടെ നിൽക്കണം. ഹല്ലേലൂയ. വിവേകത്തോടെ നിൽക്കേണ്ടടുത്ത് വിവേകത്തോടെ നിൽക്കണം. ആ നിപ്പൊക്കെ വചനത്തിന്റെ അകത്തായിരിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പലരോടും പല ദേവദാസന്മാരോടും സംസാരിച്ചിട്ടുണ്ട്. ആൾക്കാർക്കൊന്ന് അപ്രോച്ച് ചെയ്യാൻ പോലും സാധിക്കുകയില്ല. കാരണം എന്തറിയാമോ? അതിനെ നമ്മുടെ വലിയ പ്രൈം മിനിസ്റ്റേഴ്സിനെ കാണും വലിയ ഹെഡ് വെയിറ്റ് ആണ് പലപ്പോഴും. അതായത് ഒരു മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒരു അപ്രോച്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം, അല്ലേ? നീ ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ അവിശ്വാസിക്ക് നിന്റെ അടുക്കലേക്ക് വരുവാനൊന്ന് അപ്രോച്ച് ചെയ്യുവാൻ, നിന്നിലുള്ള സത്യം എന്താണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിന്നിലുള്ള സത്യം എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ ഒരു അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. So I'm not recommending that anyone turn into a loner. You must always deal with people in love when it requires love, and deal with people in maturity when it requires maturity, and deal with people in wisdom when it requires wisdom. Oftentimes I have seen people, perhaps there might be ministers, there might be believers where they think too highly of themselves, and therefore they are not approachable at all. പ്രൈസ് ദി ലോർഡ്. ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട്. I have many things to say on this topic. അതുപോലെ തന്നെ സ്ഥാനപ്പെട്ടതിന് ശേഷം കുറച്ചുകൂടി മുമ്പോട്ട് വരുന്ന സമയത്ത് ഇവർ ശുശ്രൂഷകന്മാരായിട്ട് ഇവരെ ചിലരെ
ഇതാണ് ഇവർ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒക്കെ ഉറ്റിരിക്കുന്ന സമയത്ത് ദൈവം ചിലരെ വേലയ്ക്ക് വേണ്ടി ആക്കി തീർക്കുന്നുണ്ട്. സഭയിലെ കാര്യങ്ങൾ നോക്കാനായിട്ടൊക്കെ സ്ഥാനപ്പെട്ടവരെ സെലക്ട് ചെയ്യുന്നുണ്ട്. So continuing on the Acts of Apostles, we can see that the apostles selected several people to take care of the administration of the church. അതുപോലെ തന്നെ വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി അവർ സമർപ്പിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. There are also people who especially separate themselves so that they are pure and holy in their lives. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ പോലും There are many things I can say on this, ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. but I'm not going into any of that. നമുക്കിന്ന് യൂത്ത് മീറ്റിംഗ് ഉണ്ടല്ലോ. We have youth meeting ahead of us. സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്നാനമെന്നുള്ളത് ശുശ്രൂഷയുടെ ആത്മീയ ശുശ്രൂഷയുടെ ഏറ്റവും ടോപ്പാണ് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. So please do not have the misconception that baptism is the highest point that I can reach in ministry. ശ്രദ്ധിക്കുക, സ്നാനം എന്നുള്ളത് നമ്മുടെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ചില തുടക്ക സ്റ്റെപ്പുകളിൽ മാത്രമാണ്. Baptism is just a set of baby steps that you take in your faith life. ഈ ദിവസങ്ങളിൽ സ്നാനപ്പെട്ട ദൈവമക്കൾ ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ പലവിധമായ ദൈവദാസന്മാരിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. We have heard many things that a baptized person must do through many blessed men of God. ഈ ദിവസങ്ങളിൽ നമ്മളായി ആ കർത്താവിൻ്റെ ഹൃദയപ്രകാരമായി തീർന്നിട്ടില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണം? ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അപ്രകാരം ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. I pray sincerely that those who have not taken the decision before the Lord's presence would take that in these days very sincerely. കർത്താവ് നമ്മളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം പറയാമോ? Can we praise the Lord for the message He has given us? കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങൾ പ്രാരംഭത്തിൽ കേട്ട തിരുവചന ഭാഗത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സ്ഥാനപ്പെട്ട ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളെപ്പറ്റി ഞങ്ങൾ അല്പമായി ചിന്തിപ്പാനിടയായി. കർത്താവ് വേണ്ട ഈ ദിവസങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകളെല്ലാം കർത്താവ് ക്ഷമിക്കണം. അതോടൊപ്പം തന്നെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവജനത്തോടും കർത്താവിനോടുള്ള ബന്ധത്തിലും ഫെലോഷിപ്പോടുള്ള ബന്ധത്തിലും ഒരു കർത്താവിനോട് അടുക്കുവാൻ ദൈവം ഞങ്ങൾ ഇടയാക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ആ സ്നാനം ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിപ്പാൻ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ വ്യാപരിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടെ അതുമാത്രമല്ല, കർത്താവിന് വേണ്ടി ബോൾഡായി പബ്ലിക് വിറ്റ്നസ് ആകുവാൻ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, കുടുംബക്കാരുടെ ഇടയിൽ, കൊളീഗ്സിനിടയിലൊക്കെ പബ്ലിക്കായി കർത്താവിനെ ഷെയർ ചെയ്യുവാൻ, വിവേകത്തോടെ ഷെയർ ചെയ്യുവാൻ ദൈവം ഞങ്ങൾ ഇടയാക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഷ്ടതയുടെയും നിന്ദയുടെയും ഒക്കെ നടുവിലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ വേലയോടുള്ള ബന്ധത്തിലും വിശുദ്ധ ജീവിതത്തോടുള്ള ബന്ധത്തിലും ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഓരോ ദിവസവും മുന്നോട്ട് ജീവിപ്പാൻ ദൈവം ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട അടിയങ്ങളെല്ലാവരെയും കർത്താവ് കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ട്രാൻസ്ലേറ്റ് ചെയ്തതായ ഞങ്ങളുടെ ദാസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രത്തോളം സഹായിച്ചു, ഇനിയും കർത്താവ് സഹായിപ്പെന്ന കവണം ഇടയാകണം, കൃപയിൽ മറക്കണം. സർവേശ്വരൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ.